സെക്രട്ടേറിയറ്റിന് മുന്നിൽ 57 ദിവസമായി റപ്പകൽ സമരം തുടരുന്ന ആശാപ്രവർത്തകർ ഇന്ന് തൊഴിൽ മന്ത്രി വി ശിവൻകുട്ടിയുമായി ചർച്ച നടത്തും. വൈകുന്നേരം 3 മണിക്ക് മന്ത്രിയുടെ ചേംബറിൽ വെച്ചാണ് കൂടിക്കാഴ്ച നടത്തുക. കൂടിക്കാഴ്ച അനുവദിക്കണം എന്നുള്ള സമര നേതാക്കളുടെ ആവശ്യം അംഗീകരിക്കുകയായിരുന്നു. 57-ാം ദിവസത്തിലേക്ക് റപ്പകൽ സമരം കടക്കുമ്പോൾ നിരാഹാര സമരം ഇന്ന് 19-ാം ദിവസമാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വിനയ രാജ് ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് വിനയ. ഗുഡ് മോർണിംഗ് അതുല്യ. ആശാപ്രവർത്തകർ ഇന്ന് ഇപ്പോൾ തൊഴിൽ മന്ത്രിയുമായി ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഒരുങ്ങുകയാണ്. ഇതിനു മുൻപ് 3 തവണയായി മന്ത്രിതല ചർച്ച ആരോഗ്യമന്ത്രിയുമായി തന്നെ നടന്നിരുന്നു. അതിനുശേഷം ഇപ്പോൾ 4ാമതൊരു ചർച്ച അത് തൊഴിൽ മന്ത്രിയുമായി നടക്കാനിരിക്കുകയാണ്. എന്തെല്ലാമാണ് കൂടുതൽ വിശദാംശങ്ങൾ ഈ ചർച്ചയിലേക്ക് നയിച്ചത്? എന്തെല്ലാമാണ് ചർച്ചയിൽ ആരെല്ലാമാണ് പങ്കെടുക്കുക? എന്തെല്ലാമാണ് ചർച്ചയിലേക്കുള്ള പ്രതീക്ഷകൾ? എന്തായാലും കഴിഞ്ഞ ദിവസമാണ് മന്ത്രി വി ശിവൻകുട്ടിയെ കാണണമെന്നൊരു ആവശ്യം ആശാപ്രവർത്തകർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. മന്ത്രിയുമായി ഒരു ചർച്ച നടത്തണമെന്നൊരു ആവശ്യം ആശാപ്രവർത്തകർ ഉന്നയിക്കുകയായിരുന്നു. ഈ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഇന്ന് 3 മണിക്ക് അതിനൊരു അവസരം ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് 3 മണിക്ക് മന്ത്രിയുടെ ചേംബറിൽ വെച്ചാണ് ചർച്ച നടത്തുന്നത്. കഴിഞ്ഞ 19-ാം തീയതി ആശാപ്രവർത്തകർ ലേബർ കമ്മീഷന് കത്തയക്കുകയും കൂടാതെ തന്നെ മന്ത്രി വി ശിവൻകുട്ടിക്ക് മെയിൽ അയക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തനിക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മെയിൽ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം ശിവൻകുട്ടി വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിലാണ് പിന്നീട് വീണ്ടും ആശാപ്രവർത്തകർ സമീപിക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇന്നൊരു ചർച്ചയ്ക്ക് മന്ത്രി വിളിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 3 മണിക്ക് മന്ത്രിയുടെ ചേംബറിൽ വെച്ചാണ് എന്തായാലും ചർച്ച നടത്തുന്നത്. കൂടാതെ തന്നെ കഴിഞ്ഞ 3 തവണ ആരോഗ്യമന്ത്രിയുമായി ഒരു ചർച്ച നടത്തിയപ്പോഴും അത് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. 2 തവണ അതായത് 3 തവണ സംസാരിച്ചപ്പോഴും മന്ത്രിയുമായി സംസാരിച്ചപ്പോഴും മന്ത്രിക്ക് പരിഹാസപൂർണ്ണമായിട്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുണ്ട് എന്നതായിരുന്നു ആശാപ്രവർത്തകർ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. കൂടാതെ തന്നെ തങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ള ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള തീരുമാനവും ഉണ്ടായിട്ടില്ല. കൂടാതെ വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുന്ന കാര്യത്തിലൊന്നും തന്നെ ഒരു ചർച്ചയുണ്ടായില്ല എന്നടക്കം തന്നെ ആശാപ്രവർത്തകർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് 3ാമതായി ഒരു ചർച്ച നടത്തിയപ്പോൾ അത് ഏകദേശം 3 മണിക്ക് ആരംഭിച്ച ചർച്ച വൈകുന്നേരം 6 മണി വരെ നീളുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ 3 മണിക്കൂർ നീളുന്ന ഒരു ചർച്ചയിലടക്കം തന്നെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും വിരമിക്കൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്ന കാര്യത്തിലാണെങ്കിലും തന്നെ ഒരു തീരുമാനമുണ്ടാകാത്ത സാഹചര്യത്തിൽ കടുത്ത പ്രതിഷേധങ്ങൾ ശക്തമാക്കാൻ തന്നെയായിരുന്നു ആശാപ്രവർത്തകർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ചർച്ചയിൽ തന്നെയായിരുന്നു പ്രധാനമായും ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റിയെ നിയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. IAS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ തൊഴിൽ വകുപ്പിലെയും കൂടാതെ തന്നെ ധനകാര്യ വകുപ്പിലെയും ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റിയെ നിയോഗിക്കാനായിരുന്നു തീരുമാനിച്ചത്. ഈ കമ്മിറ്റി ഈ ആശാപ്രവർത്തകരുടെ വിഷയങ്ങളടക്കം പരിശോധിച്ച ശേഷം 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നായിരുന്നു ആരോഗ്യമന്ത്രി 3ാമതായി നടത്തിയ ചർച്ചയിലടക്കം തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നാൽ ഇതിനോടെല്ലാം തന്നെ വിയോജിപ്പായിരുന്നു ആശാപ്രവർത്തകർ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിലൊരു കമ്മിറ്റിയെ നിയോഗിക്കാനാണെങ്കിൽ ഇത്രയും താമസമെടുക്കേണ്ട കാര്യമുണ്ടോ എന്നടക്കം തന്നെ ആശാപ്രവർത്തകർ ചോദിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു ചർച്ചയ്ക്ക് ശേഷം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് അടക്കം തന്നെ സാക്ഷ്യം വഹിച്ച ഒരു സാഹചര്യം പ്രധാനമായും ഈ ചർച്ചയ്ക്ക് ശേഷം ആശാപ്രവർത്തകർ റോഡ് ഉപരോധിക്കുന്ന സാഹചര്യം അടക്കമുണ്ടായിരുന്നു. കൂടാതെ തന്നെ 3ാമതായി ചർച്ച നടത്തിയപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ 2 തവണ ചർച്ച നടത്തിയപ്പോഴും ആശാപ്രവർത്തകരും ആരോഗ്യ മന്ത്രിയും മാത്രമായിരുന്ന ഒരു ചർച്ചയായിരുന്നെങ്കിൽ 3ാമതായി ചർച്ച നടത്തിയപ്പോൾ വിവിധ തൊഴിലാളി സംഘടനകൾ അടക്കം തന്നെ INTUC അടക്കമുള്ള സംഘടനകളടക്കം തന്നെ പങ്കെടുത്തിരുന്നു. എന്നാൽ അതിനോടെല്ലാം തന്നെ ഈ സംഘടനകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു ചർച്ചയ്ക്ക് പിന്നീട് തയ്യാറല്ല എന്നും ആശാപ്രവർത്തകർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇത്തരത്തിലാണ് അല്ലെങ്കിൽ കൂടാതെ തന്നെ ഈ INTUC നേതാവിനോടക്കം തന്നെ പ്രതിഷേധം ഉയർത്തുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടാകുന്ന അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അടക്കം സാക്ഷ്യം വഹിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് തൊഴിൽ മന്ത്രിയുമായി ഒരു ചർച്ച നടത്തണമെന്നൊരു ആവശ്യം
ഉന്നയിച്ചിരുന്നത്. അതിന്റെ ഭാഗമായി തന്നെ 19-ാം തീയതി ലേബർ കമ്മീഷന് കത്തയക്കുകയും പിന്നീട് തൊഴിൽ മന്ത്രിക്ക് മെയിൽ അയക്കുകയും അടക്കം ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ മാധ്യമങ്ങളെ കണ്ട തൊഴിൽ മന്ത്രി വ്യക്തമാക്കിയത് തനിക്ക് ഇത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള മെയിലും അയച്ചിട്ടില്ല, താൻ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയ്ക്ക് വരണമെന്നൊരു ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ആശാപ്രവർത്തകർ തന്നെ സമീപിച്ചിട്ടില്ല എന്ന് ഇന്ന് തൊഴിൽ മന്ത്രി വ്യക്തമാക്കുകയായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് ആശാപ്രവർത്തകർ വീണ്ടും ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിരിക്കുന്നത്, ഇന്ന് ചർച്ചയ്ക്ക് തയ്യാറെടുക്കുന്നത്. പ്രധാനമായും ഇന്ന് മന്ത്രിയെ കാണുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും സൂചിപ്പിക്കുക. അതായത് ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യമാണെങ്കിലും വിരമിക്കൽ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്ന കാര്യമാണെങ്കിലും കൂടാതെ തന്നെ ഈ ഒരു കമ്മിറ്റിയോട് ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ഒരു കമ്മിറ്റിയെ രൂപീകരിക്കാൻ തീരുമാനിച്ചിരുന്നു. ആ കമ്മിറ്റിയോട് തീരെ താല്പര്യമില്ലാത്തൊരു നിലപാടാണ് ആശാപ്രവർത്തകർ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലടക്കം തന്നെ മന്ത്രിയുമായി ചർച്ച നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുന്ന ആശാപ്രവർത്തകരുടെ രാപ്പകൽ സമരം 57-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. നിരാഹാര സമരം ഇന്ന് 19-ാം ദിവസമാണ്. 2 മാസത്തിലേക്ക് അടുക്കുകയാണെന്ന് തന്നെ പറയാൻ സാധിക്കും. കഴിഞ്ഞ 2 മാസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ നിരാഹാര സമരം ഇരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള ഈ പ്രതിപക്ഷ പാർട്ടികളടക്കം തന്നെ പിന്തുണ അറിയിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇത്തരത്തിൽ എന്തായാലും ആശാപ്രവർത്തകർ പ്രതിഷേധം കടുപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് മന്ത്രിയുമായി ഒരു ചർച്ച നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അതുല്യ, പിന്നെ എന്തായാലും ഇപ്പോൾ 3 തവണത്തെയും ചർച്ചയിൽ പ്രത്യേകിച്ച് സമവായമാകാത്ത ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ ഇന്നത്തെ ചർച്ചയെ ഏറെ പ്രതീക്ഷയോടുകൂടിയാണ് ഈ സമരക്കാർ കാണുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഇതിനു മുൻപ് ഈ പരാതികളെല്ലാം തന്നെ ഇമെയിൽ വഴി ബോധിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സമരസമിതി ലേബർ കമ്മീഷണർക്ക് ഒരു പരാതി അല്ലെങ്കിൽ ഒരു നിവേദനം നൽകിയിരുന്നു. ഈ പരാമർശങ്ങളിലെല്ലാം തൊഴിൽ മന്ത്രിയുടെ ഇന്നലത്തെ ഒരു വാർത്താ സമ്മേളനത്തിലെ പരാമർശം എന്ന് പറയുന്നത് ഒറ്റയടിക്ക് വേതനം എങ്ങനെയാണ് ഇരട്ടിയാക്കുക എന്നായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു മുൻവിധിയോടുകൂടിയാണോ ഈ ചർച്ചയെ സമീപിക്കുന്നത് എന്നൊരു സംശയം സ്വാഭാവികമായും നിലനിൽക്കുന്നില്ലേ? തീർച്ചയായും കഴിഞ്ഞ ദിവസം മന്ത്രിയുടെ വാക്കുകൾ അത്തരത്തിൽ തന്നെയായിരുന്നു. ഒറ്റയടിക്ക് എങ്ങനെയാണ് ഈ ശമ്പളം വർദ്ധിപ്പിക്കുക എന്നടക്കം. ഈ 3ാമതായി ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തിയപ്പോഴും ഈ 7,000 രൂപയിലുള്ള ഓണറേറിയം 21,000 രൂപയാക്കണമെന്നായിരുന്നു ആശാപ്രവർത്തകരുടെ ആവശ്യമെങ്കിലും 3ാമതായി ചർച്ച നടത്തിയപ്പോൾ പ്രധാനമായും ആശാപ്രവർത്തകർ ഉന്നയിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് 3,000 രൂപയെങ്കിലും വർദ്ധിപ്പിക്കണമെന്നൊരു ആവശ്യം ആരോഗ്യമന്ത്രിക്ക് മുന്നിൽ വയ്ക്കുകയായിരുന്നു. എന്നാൽ ആ 3,000 രൂപ പോലും വർദ്ധിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഉള്ളതെന്നും അതിൻ്റെതായിട്ടുള്ള നടപടികളുണ്ട് എന്നും ആയിരുന്നു ആരോഗ്യമന്ത്രി പ്രധാനമായും വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ ചർച്ചയ്ക്ക് ശേഷവും ആശാപ്രവർത്തകർ ഉന്നയിച്ച ഒരു കാര്യം അത് തന്നെയായിരുന്നു. തങ്ങൾ 3,000 രൂപ മാത്രമാണ് ഇപ്പോൾ ഉയർത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതുപോലും ഉയർത്താൻ സാധിക്കുന്നില്ല, അതുപോലും ഉയർത്താൻ സാധിക്കുന്നില്ല എന്നടക്കം തന്നെ ആശാപ്രവർത്തകർ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കൂടാതെ തന്നെ മന്ത്രി ഉന്നയിച്ച മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കേന്ദ്രം ഇൻസെന്റീവ് കൂട്ടുകയാണെങ്കിൽ മറ്റു നടപടികളടക്കം തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ട മറ്റു നടപടികളടക്കം തന്നെ തങ്ങൾ സ്വീകരിക്കുമെന്നായിരുന്നു ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസം മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ആശാപ്രവർത്തകരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ആശാപ്രവർത്തകർ തുടക്കം മുതൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സംസ്ഥാനമാണ് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ട കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത്, സംസ്ഥാനമാണ് ഓണറേറിയം വർദ്ധിപ്പിക്കുന്നത് എന്നടക്കം ആശാപ്രവർത്തകർ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് മന്ത്രിയുമായി നടത്തുന്ന ചർച്ച ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം ഈ ആരോഗ്യമന്ത്രിയുമായി നടത്തിയ ചർച്ചയിലടക്കം തന്നെ തങ്ങൾ ഈ വിഷയം പരിഹരിക്കുമെന്നൊരു വിശ്വാസമുണ്ടെങ്കിലും ആ ചർച്ചയ്ക്ക് ശേഷം അത് വീണ്ടും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം അടക്കമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ ആവശ്യങ്ങളൊന്നും തന്നെ ഉന്നയിക്കുക അല്ലെങ്കിൽ മന്ത്രി ആവശ്യങ്ങളൊന്നും തന്നെ പരിഹരിക്കാത്തൊരു സാഹചര്യം അടക്കം അല്ലെങ്കിൽ സമീപനം അടക്കം മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് വലിയ രീതിയിലുള്ള അതൃപ്തിക്ക് കാരണമായിരുന്നു. അതിന് പിന്നാലെ തന്നെ പ്രതിഷേധങ്ങൾ മന്ത്രിക്കെതിരെ പ്രതിഷേധങ്ങൾ കടുപ്പിക്കുന്നു. INTUC നേതാവിനെതിരെ പ്രതിഷേധങ്ങൾ കടുപ്പിക്കുന്നു, അവരെ തള്ളി പറയുന്നു. പ്രധാനമായും INTUCയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ INTUC അറിയിക്കാതെയാണ് ഈ ഒരു സമരം നടത്തിയത് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അതിന്റെ ഭാഗമായാണ് ഈ പ്രതികാര നടപടി എന്നടക്കം തന്നെ ആശാപ്രവർത്തകർ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം അടക്കമുണ്ടായിരുന്നു. ഇത്തരത്തിൽ ഏറെ പ്രതീക്ഷയോടെയായിരുന്നു 3ാമത്തെ ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയെ
കണ്ടിരുന്നെങ്കിലും അതും പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ തൊഴിൽ മന്ത്രിയുമായി ഒരു ചർച്ച നടത്തുമ്പോൾ അത് ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് പ്രധാനമായും കാണുന്നത്. അവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്നൊരു വിശ്വാസമുണ്ട്. പ്രധാനമായും ഈ തൊഴിൽ മന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നതും തന്നെ അല്ലെങ്കിൽ താൻ കാണണമെന്നൊരു ആവശ്യം അല്ലെങ്കിൽ ഉന്നയിച്ചെങ്കിലും ആശാപ്രവർത്തകർ ഇതുവരെയും തന്നെ സമീപിച്ചിട്ടില്ല എന്ന് മന്ത്രി വ്യക്തമാക്കിയ ഒരു സാഹചര്യത്തിലായിരുന്നു ആശാപ്രവർത്തകർ ഇന്ന് അപ്പോയിന്റ്മെന്റ് എടുക്കുകയും 3 മണിക്ക് മന്ത്രിയുടെ ചേംബറിൽ വെച്ച് ചർച്ച നടത്താനും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കുന്ന ചർച്ച ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് ആശാപ്രവർത്തകർ കാണുന്നത്. തങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയോടെ തന്നെയാണ് ഇന്ന് നടക്കുന്ന ചർച്ചയെ ആശാപ്രവർത്തകർ പ്രധാനമായും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കുന്ന ചർച്ചയും ഏറെ നിർണായകമെന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം ഈ അല്ലെങ്കിൽ കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ടുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ്. ഈ IAS ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ രൂപീകരിക്കാൻ അതിലുള്ള നടപടികളിലേക്ക് കടക്കുകയാണ്. വേഗത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളിലേക്കെല്ലാം തന്നെ കടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ന് മന്ത്രിയുമായി ഒരു ചർച്ച നടക്കുന്നത്. അത് ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് ആശാപ്രവർത്തകർ കാണുന്നത്. അതുല്യ. ശരി വിനയ, എന്തായാലും ആശാപ്രവർത്തകരുടെ സമരം അനിശ്ചിതമായി നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ആശാപ്രവർത്തകർ ഇന്ന് തൊഴിൽ മന്ത്രി V ശിവൻകുട്ടിയുമായുള്ള ചർച്ചയ്ക്ക് തയ്യാറെടുക്കുകയാണ്. വൈകുന്നേരം 3 മണിക്ക് മന്ത്രിയുടെ ചേംബറിൽ വെച്ചായിരിക്കും കൂടിക്കാഴ്ച നടക്കുക. കൂടിക്കാഴ്ച അനുവദിക്കണമെന്ന സമര നേതാക്കളുടെ ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ 4മതൊരു മന്ത്രിതല ചർച്ചയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. ഇന്നത്തെ ചർച്ചയിലെങ്കിലും ഒരു സമവായം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആശാവർക്കർമാർ ഉള്ളത്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും വിനയ രാജാണ്.